ओ गोरी तेरा गाँव बड़ा प्यारा, मैं तो है हमारा, आके यहाँ रे, ആകെ യഹാരേ. പഴയ ഗാനങ്ങൾ നമ്മളെ വല്ലാത്ത ഒരു മാസ്മരിക ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വേദന വരുമ്പോഴൊക്കെ പഴയ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ആ ഒരു മരുന്ന് പോലെ ആ സങ്കടത്തെ ഇല്ലാതാക്കാൻ ഗാനത്തിന് കഴിയും. അന്നൂരിൽ ശ്രുതി ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. പഴയ ഗാനങ്ങൾ ആണ് അവർക്കിഷ്ടം. വൈകുന്നേരങ്ങളിൽ ഇടവേളകളിൽ അവർ ഒത്തുകൂടും. അതിൽ 84 വയസ്സുള്ളവരുണ്ട്, 50 വയസ്സുള്ളവരുണ്ട്. എല്ലാവരും പഴയ ഗാനങ്ങൾ പാടും. ഈ ഒരു ശ്രുതി ഓർക്കസ്ട്രയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് അതിലെ പാട്ടുകാർ? യൂറോ കിഡ്സ്, എ പെർഫെക്റ്റ് ഡേ കെയർ പ്രീ സ്കൂൾ ഇൻ പയ്യന്നൂർ. എൻ്റെ പേര് ദിവാകരൻ മാഷ് എന്നും പറയും. എനിക്കിപ്പോൾ 83 വയസ്സായി. ഈ കലാട്രൂപ്പിനൊപ്പമുണ്ടോ? ആ, നമ്മൾ ഒക്കെ എത്രയോ കാലമായിട്ട് നമ്മളെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം ഒഴിവാക്കാറില്ല. എന്ന് പറഞ്ഞാൽ രവിവർമ്മ കലാനിലയത്തിൽ നിന്നാണ് ഞാൻ വളർന്നതും. ചെറുപ്പത്തിൽ ചെറിയ വയസ്സിൽ രവിവർമ്മ കലാനിലയത്തിൽ ഹാർമോണിയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എങ്കിൽ കൂടി അവിടുന്ന് ഒരു ഇമ്പോണായിട്ട് ഒരു ഇതുകൊണ്ട് പാട്ടിൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഹാർമോണിയം വായിക്കാനും അങ്ങനെ വായിച്ച് പഠിച്ചാണ് രവിവർമ്മ കലാനിലയത്തിലാണ് ഞാൻ പഠിച്ചു വരുന്നത് ഇതെല്ലാം. പിന്നെ അങ്ങനെ അതായിട്ട് രവിവർമ്മ കലാ നാടകത്തിലൊക്കെ പാട്ട് പാടുന്ന ഞാനായിരുന്നു. അന്ന് ഞാൻ ദിവാകരൻ മാഷുമായിരുന്നു. അത്രയും പാട്ടുകാരുള്ളൂ അന്ന്, ആ കാലമാണല്ലോ അത്. അന്ന് നാടകത്തിലൊക്കെ ഹിന്ദി പാട്ടിൻ്റെ പ്രസിദ്ധ ഹിന്ദി ഗാനങ്ങളുടെ റീമേക്കായിരുന്നു. പ്രസിദ്ധ ഹിന്ദി ഗാനങ്ങൾ ശങ്കർ ജയകൃഷ്ണൻ, എസ് ഡി ബർമൻ, കല്യാൺ ജാൻജി മുതലായ പ്രഗത്ഭ ഹിന്ദി സംഗീത സംവിധായകരുടെ പാട്ടിനനുസരിച്ചിട്ട് ലിറിക്സ് എഴുതുമായിരുന്നു. അപ്പുട്ട മാഷും സിപ്പി. അങ്ങനെ നാടകത്തിൽ പാടുന്ന ഞാനും ദിവാകരൻ മാഷുമായിരുന്നു. ഞാൻ പാട്ട് പാടാൻ പഠിച്ചത് അന്നൂർ സഞ്ജയൻ കലാകേന്ദ്രത്തിൽ വെച്ചാണ് ആദ്യം പാട്ട് പാടാൻ തുടങ്ങിയത്. അവിടുത്തെ ടോങ്കുമാർ എന്ന മാഷ് പാട്ട് പഠിപ്പിച്ചു. പിന്നെ സപ്തസ്വര തിയേറ്ററിൽ പാടി. പിന്നെ അത്യാവശ്യം ബുൾബുളിലെ സംഗീതം ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഈ പരിപാടി തുടങ്ങിയ ഒരു ഏകദേശം 10 വർഷമായി. പഴയ പാട്ട് നമ്മൾ പാടാറുള്ളൂ. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷം തോന്നാറുണ്ട് പഴയ പാട്ട് പാടുമ്പോൾ. ചന്ദ്രേട്ടനാണ് നമ്മളെ ഇതിൻ്റെ മെയിൻ ഹാർമോണിസ്റ്റ് KM ചന്ദ്രേട്ടനാണ്. അയാളുണ്ടെങ്കിൽ അയാളുണ്ട്. പിന്നെ തബല വായിക്കുന്ന ജനൻ കണ്ടോത്ത്, അവൻ നമ്മൾ നട്ടല്ലാണ്. അത് കോഴിക്കോട് ആകാശവാണിയിലാണ് നമ്മൾ ആദ്യമായിട്ട്
വായിച്ച് തുടങ്ങിയത്. അതിനുശേഷം കണ്ണൂർ ആകാശവാണി തുടങ്ങി. അതിനുശേഷം അതിൽ നമ്മൾ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. അങ്ങനെ ഇത്രയും തുടർന്ന് വരുന്ന ഒരു സംഗീത പാരമ്പര്യം നമ്മൾ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ആഴ്ചലകിയുടെ സംഗീതയുടെ നമ്മുടെ ശ്രുതി ഓർക്കസ്ട്ര അന്നൂരിലെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇവിടെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു സംഗീത പരിപാടി. ഞാൻ എത്ര പാട്ടുകാരൻ യേശുദാസ്, ചിത്ര ഒഴികെ ബാക്കി ജയേന്ദ്രൻ, മാർക്കോസ് തുടങ്ങിയ എല്ലാ മിമ്മിനി എല്ലാ ഗായകന്മാരുടെ ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രൂപ്പിൻ്റെ ഓർക്കസ്ട്രയുടെ പേര് സുതിരയ ഓർക്കസ്ട്ര അന്നൂരാണ്. നമ്മളധികവും ഈ പഴയ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടികളാണ് നടത്താറുള്ളത്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമും നടത്താറുണ്ട്, ഗാനമേളകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ആഴ്ചക്ക് ഒരു ദിവസം നമ്മളെല്ലാവരും എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് ഈ ഒരു ദിവസം ഇവിടെ 1-2 മണിക്കൂർ പഴയ ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ ഈ രാത്രി അങ്ങനെ ഇവിടെ ചിലവഴിക്കുന്നത്. ഇപ്പം പഴയ ഓൾഡ് സിനിമാ സോങ്സാണ് നമ്മളധികവും എല്ലാവരും പാടാനും കേൾക്കാനും ഇഷ്ടം. പഴയ പാട്ടുകളാണ്. അത് ഹിന്ദി പാട്ടുകളുണ്ട്, തമിഴും ഒക്കെ ഉണ്ട്. സ്റ്റേജ് പരിപാടിക്കൊക്കെ പോകാറുണ്ട്. ഏറ്റവും മുതിർന്ന ആൾ ദിവാര മാഷ് പറഞ്ഞല്ലോ. മാഷ് നന്നായിട്ട് പാടുന്ന ആൾ. ഇപ്പോൾ ശബ്ദത്തിന് യാതൊരു ഇടർച്ചയില്ലാത്തൊരു നല്ലൊരു ഗായകനാണ് ദിവാര മാഷ്. പിന്നെ KM രാമേന്ദ്രൻ, നമ്മുടെ ചന്ദ്രേട്ടൻ, അദ്ദേഹമാണ് നമ്മുടെ ഹാർമോണിയം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ KV രവീന്ദ്രൻ, ആധാരമെഴുത്തുകാരൻ KV രവീന്ദ്രേട്ടൻ. അതുപോലെ KM ശ്രീനി, പിന്നെ VM മാധവൻ ഇപ്പോൾ ഗൾഫിലാണുള്ളത്. പിന്നെ ഞാൻ ഹരിഹർ കുമാർ, പിന്നെ KU ഹരീന്ദ്രൻ ഫ്ലൂട്ടിസ്റ്റ് KU ഹരീന്ദ്രൻ വരും. അതുപോലെ തന്നെ സഹദേവൻ, വിജയൻ, കോടിയത്ത് വിജയൻ. അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും നമ്മുടെ നട്ടല് എന്ന് പറയുന്നത് പ്രമുഖ തബലിസ്റ്റ് ജനാർദ്ദനൻ കണ്ടോത്താണ്. അദ്ദേഹമാണ് ഈ ഗാനമേള ശരിക്കും നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
ഗസ്റ്റ് ആർട്ടിസ്റ്റുകളായി ചിലപ്പോൾ റസാഖ് കരിവള്ളൂർ, ഹരി ശ്രീധർ എന്നിവർ ചില സമയങ്ങളിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഈ ട്രൂപ്പിൽ പങ്കെടുക്കാൻ ഇവിടെ എത്താറുണ്ട്. യൂറോ കിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ 1700+ പ്രീ സ്കൂൾസ് ഉണ്ട്. അതുപോലെ 54+ എബോവ് റെഗുലർ സ്കൂൾസും ഉണ്ട്. ഇവിടെ 2 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ വരുന്ന കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ വരുന്നത്. ചൈൽഡ് ഡെവലപ്മെൻറ്റൽ സ്കിൽസ് തൊട്ട് എല്ലാ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ് ഇവിടെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടേക്ക് വരിക, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം.